എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം പച്ചടിയും ബീറ്റ്റൂട്ട് പച്ചടിയും. നമുക്ക് നേന്ത്രപ്പഴം പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് 2 നേന്ത്രപ്പഴം, 2 പച്ചമുളക് ഇട്ടു, 1 സ്പൂണ് ഉപ്പ്, ഇത് വേവാനുള്ള വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് അടച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇതൊക്കെ ഇരുന്ന് വേവണം. നമുക്ക് ബീറ്റ്റൂട്ട് വേവിക്കാനുള്ള പാൻ വയ്ക്കാം. പാൻ ചൂടായി. ഇതിലേക്ക് 1 പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സാക്കി അതും വേവാൻ വെച്ചു. ബീറ്റ്റൂട്ട് ഒന്ന് അടച്ച് വെച്ചു. ഇനി 5 മിനിറ്റ് അത് വേവട്ടെ. ഈ ബീറ്റ്റൂട്ട് വെന്തോന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. വെന്തിട്ടില്ല, ഈ വെള്ളമൊക്കെ പറ്റി ആവണം. നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെയും ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. അങ്ങനെ ബീറ്റ്റൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, 2 പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, നേന്ത്രപ്പഴ പച്ചടിയും ബീറ്റ്റൂട്ട് പച്ചടി. അപ്പം ആർക്കും കൺഫ്യൂഷൻ ആകരുത്. ഇനി നേന്ത്രപ്പഴം പച്ചടിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. നേന്ത്രപ്പഴ പച്ചടിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഒരു 2 സ്പൂണ് തേങ്ങ, 1 പച്ചമുളക്, 1/4 സ്പൂണ് ജീരകം. അത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കണം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടിനകത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് നിർത്തി വയ്ക്കാം. നമുക്ക് ഈ പച്ചടി ഓപ്പൺ ചെയ്തു അതിലേക്ക് തൈര് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മഞ്ഞപ്പൊടി ഇട്ടാൽ മഞ്ഞ കളറിലിരിക്കും. അപ്പം ഞങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇഷ്ടമല്ല, മഞ്ഞ കളർ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടുക. പിന്നെ ഉപ്പുണ്ടോ നോക്കണം. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട്. ഉപ്പൊക്കെ നോർമലാണ്. ഇനിയിപ്പം ഈ പച്ചടി നമുക്ക് അടച്ചു വയ്ക്കാം. അടുത്തത് ബീറ്റ്റൂട്ട് പച്ചടിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. തേങ്ങ ഇട്ടു, 1 പച്ചമുളക്, 1/4 സ്പൂണ് ജീരകം. ഇത് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ബീറ്റ്റൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അതിൻ്റെ തേങ്ങ അരച്ച കൂട്ട് അതിനകത്ത് ചേർത്തിടുക. ഇതിൽ നിന്ന് വേവട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തീയും കുറച്ച് വെക്കാം. നമുക്ക് നോക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. വെള്ളമൊക്കെ ഇച്ചിരി പറ്റാനുണ്ടെന്ന് പറ്റിക്കട്ടെ. ഒക്കെ നേന്ത്രപ്പഴ പച്ചടിക്കുള്ള കടുക് വറക്കാം. പാൻ വെച്ചു, 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അത്രയും മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇടാം. ഇനി കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ചെറുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്തിടുക.
തീ കുറച്ച് വയ്ക്കണം. പിന്നെ ഒരു ചെറിയ 2-3 പീസ് 4 പീസ് വറ്റൽമുളക്, 5-6 കരിയാപ്പില ഇട്ട് കൊടുക്കും. നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയോടെ ഇട്ട് കൊടുക്കാം. കാര്യം പഴത്തിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തേക്ക് ഉള്ളിയും കടുവും ഇതിനോട് വറുത്ത് വെച്ച കൂട്ടയിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ നേന്ത്രപ്പഴ പച്ചടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബീറ്റ്റൂട്ട് പച്ചടിക്ക് കടുക് വറുക്കാം. ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഈ ബീറ്റ്റൂട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 പീസ് വറ്റൽമുളക്, കുറച്ച് കരിയാപ്പില, തൈര് മിക്സ് ചെയ്യും. ഞാൻ തൈര് മിക്സ് ചെയ്യാൻ പോകും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റ് അടച്ചു വെക്കാം. കടുകൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബീറ്റ്റൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു അത് ഒഴിക്കാം. ബീറ്റ്റൂട്ടിലേക്ക് ഒഴിക്കാം. ബീറ്റ്റൂട്ടിന് കുറച്ച് കളർ കുറവുള്ള ബീറ്റ്റൂട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ബീറ്റ്റൂട്ടിന് ഇച്ചിരി കളർ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടിയൊക്കെ റെഡിയായി. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നേന്ത്രപ്പഴ പച്ചടിയും ബീറ്റ്റൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.